ഒരൊറ്റ ഫോൺ കോൾ കാരണമാണ് ചർച്ചകൾ തകരാൻ കാരണമായത് എന്ന് തുറന്ന് വെളിപ്പെടുത്തി ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു. പാകിസ്ഥാനിൽ വെച്ച് നടന്ന US-ഇറാൻ ചർച്ചകൾക്കിടയിൽ ബെഞ്ചമിൻ നെതന്യാഹു US വൈസ് പ്രസിഡന്റ് JD വാൻസിനെ ഫോണിൽ വിളിച്ച് സംസാരിച്ചെന്നും ഫോൺ കോളിന് പിന്നാലെയാണ് ചർച്ചകൾ കൂടുതൽ വഷളായെന്ന റിപ്പോർട്ട് കഴിഞ്ഞ ദിവസം പുറത്തു വന്നതിന് പിന്നാലെയാണ് നെതന്യാഹു ഇപ്പോൾ തന്റെ ആ ഒരു വെളിപ്പെടുത്തൽ ഇത്തരത്തിൽ തുറന്നു സമ്മതിച്ചുകൊണ്ട് ഒരു വെളിപ്പെടുത്തൽ നടത്തിയിരിക്കുന്നത്. ഇസ്ലാമാബാദിൽ ലോകം ഉറ്റുനോക്കിയ US-ഇറാൻ സമാധാന ചർച്ചകൾ പരാജയപ്പെടാൻ ഇടയാക്കിയ സാഹചര്യമാണ് ഇവിടെ ബെഞ്ചമിൻ നെതന്യാഹു തുറന്ന് പറയുന്നത്. ചർച്ചകൾക്ക് ശേഷം പാകിസ്ഥാനിൽ നിന്ന് മടങ്ങുകയായിരുന്ന US വൈസ് പ്രസിഡന്റ് JD വാൻസുമായി താൻ ഫോണിൽ സംസാരിച്ചുവെന്നും ഇതിന് പിന്നാലെയാണ് ചർച്ചകളിൽ വലിയ രീതിയിലുള്ള പൊട്ടിത്തെറികൾ ഉണ്ടായതെന്നും നെതന്യാഹു തന്റെ ക്യാബിനറ്റിനെ അറിയിച്ചതായി തന്നെ വ്യക്തമാക്കുകയാണ്. സമാധാന ഉടമ്പടിയിൽ നിന്ന് ഉടൻ പിന്നോട്ട് പോയതാണ് എല്ലാ നീക്കങ്ങളും തകരാൻ കാരണമായതെന്നതാണ് നെതന്യാഹുവിന്റെ വിശദീകരണമായി തന്നെ പുറത്തു വന്നിരിക്കുന്നത്. അതേപോലെ തന്നെ വെടിനിർത്തൽ അംഗീകരിക്കാമെന്നും ഹോർമുസ് കടലിടുക്കിന്റെ കവാടങ്ങൾ തുറന്നു കൊടുക്കാമെന്നും ഇറാൻ അവിടെ ചർച്ചയിൽ സമ്മതിച്ചിരുന്നതാണ്. എന്നാൽ പറഞ്ഞ വാക്ക് പാലിക്കാനോ കവാടങ്ങൾ ഉടൻ തന്നെ തുറക്കാനോ ഇറാൻ തയ്യാറായില്ല. ഇറാന്റെ ഈ ലംഘനം അമേരിക്കയ്ക്ക് അംഗീകരിക്കാൻ കഴിയുന്നതിലും അപ്പുറമായിരുന്നു എന്നതാണ് നെതന്യാഹു വിശദീകരണം നൽകിയിരിക്കുന്നത്. വെറും ഒരു ആണവ കരാറിൽ ഉപരിയായി തന്നെ ഹോർമുസ് കടലിടുക്കിലെ ഗതാഗത സ്വാതന്ത്ര്യവും വെടിനിർത്തലുമാണ് ചർച്ചകൾ വഴിമുട്ടാൻ അവിടെ പെട്ടെന്നുണ്ടായ കാരണമെന്നതാണ് അദ്ദേഹം വാക്കുകളിലൂടെ തന്നെ സൂചിപ്പിച്ചിരിക്കുന്നത്. എങ്കിലും ഇറാൻ പൂർണ്ണമായും ആണവായുധ മോഹങ്ങൾ ഉപേക്ഷിക്കണമെന്ന കർശന നിലപാടിൽ അമേരിക്ക ഉറച്ചു നിന്നതായും ഇവിടെ വ്യക്തമാക്കുന്നുണ്ട്. ഒപ്പം തന്നെ ഇറാനിൽ ഒരിടത്തു പോലും യുറേനിയം സമ്പുഷ്ടീകരണം അനുവദിക്കില്ല എന്നും നിലവിലുള്ള സമ്പുഷ്ടീകരിച്ച വസ്തുക്കൾ പൂർണ്ണമായും നീക്കം ചെയ്യുമെന്നതാണ് വാൻസ് മുന്നോട്ട് വെച്ച പ്രധാന ആവശ്യമായി തന്നെ വ്യക്തമാക്കുന്നത്. ഇത് പതിറ്റാണ്ടുകളോളം തന്നെ തുടരുമെന്നും അമേരിക്കയുടെ കടുത്ത നിലപാട് ഇറാൻ പ്രതിനിധികൾക്ക് സ്വീകാര്യമായില്ല. കഴിഞ്ഞയാഴ്ച ഇസ്ലാമാബാദിൽ നടന്ന 21 മണിക്കൂർ നീണ്ട മാരത്തോൺ ചർച്ചയ്ക്ക് ശേഷവും ഇരു കൂട്ടരും വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറാകാതിരുന്നതിനെ തുടർന്നുകൊണ്ട് ചർച്ചകൾ അലസിപ്പോവുകയാണ് ചെയ്തിരിക്കുന്നത്. ഇറാൻ ഒരിക്കലും ആണവായുധം അവിടെ നിർമ്മിക്കില്ല എന്ന് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ആവർത്തിച്ച് വ്യക്തമാക്കിയിട്ടുണ്ട്. അതേസമയം കരാറിന് തൊട്ടടുത്ത് തന്നെ എത്തിയിരുന്ന ഈ ഒരു കരാർ വെറും ഇഞ്ചുകളുടെ വ്യത്യാസത്തിലാണ് ചർച്ചകൾ പരാജയപ്പെട്ടതെന്നതാണ് ഇറാന്റെ വിദേശകാര്യമന്ത്രി അബ്ബാസ് അരാക്ചി വ്യക്തമാക്കുന്നത്. ചർച്ചകൾ പരാജയപ്പെട്ടതോടുകൂടി തന്നെ ഹോർമുസ് കടലിടുക്കിൽ ഉപരോധം ഏർപ്പെടുത്താനുള്ള അമേരിക്കയുടെ നീക്കം പശ്ചിമേഷ്യയെ വീണ്ടും മറ്റൊരു യുദ്ധഭൂമിയാക്കി അല്ലെങ്കിൽ അതിന്റെ ഒരു കരിനിഴലിൽ വീഴ്ത്തിയതായി തന്നെയാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.